ഓണക്കാല വിലക്കയറ്റത്തിന് തടയിടാൻ സഹകരണ വകുപ്പിന്റെ ഓണം വിപണികൾ. സംസ്ഥാന വ്യാപകമായി 1800 സഹകരണ വിപണികളാണ് ഇക്കുറി പ്രവർത്തിക്കുക. ഉത്രാട ദിനം വരെ നീളുന്ന ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സബ്സിഡിയോടെ നൽകുന്ന 13 നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കാർഡ് മുഖേനയാണ് ഓണം വിപണിയിൽ വിൽപ്പന നടത്തുക. പൊതുവിപണിയേക്കാൾ 30% മുതൽ 50% വരെ വിലക്കുറവിൽ സബ്സിഡിയോടുകൂടി വിൽപ്പന നടത്തുന്ന 13 സാധനങ്ങൾക്കൊപ്പം സബ്സിഡിയില്ലാതെ പൊതുമാർക്കറ്റിനേക്കാൾ 10% മുതൽ 40% വരെ വിലക്കുറവോടുകൂടി മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഓണം സഹകരണ വിപണിയിൽ ലഭിക്കും. കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു നടപടിയിൽ നിന്നും പിന്നോട്ടു പോകില്ല എന്ന ഉറച്ച നിലപാടാണ് സംസ്ഥാന സർക്കാരിനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ വിൽപ്പന ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചിരിക്കുന്നു. ഏറ്റുവാങ്ങിയത് ശ്രീമതി രമാദേവ്. ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിന് അരി കൂടുതലായി സംഭരിക്കാനാകണമല്ലോ. പക്ഷേ അവരൊരു ഉപദേശം നൽകി. സ്വകാര്യ കമ്പനികൾ ഈ അരി വാങ്ങുന്നുണ്ട്, അവരുമായി മത്സരിച്ച് ആ നിരക്കിൽ അരി വാങ്ങിക്കൊള്ളാനായിരുന്നു ഉപദേശം. ഇതെല്ലാം നമ്മളെ പ്രയാസത്തിലാക്കാൻ സ്വീകരിക്കുന്ന നടപടിയാണെങ്കിലും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു നടപടിയിൽ നിന്നും പിന്നോട്ടു പോകില്ല എന്ന ഉറച്ച നിലപാടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ, ജില്ലാ മൊത്തവ്യാപാര സഹകരണ സ്റ്റോറുകൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ, പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന SC/ST സംഘങ്ങൾ, ഫിഷർമാൻ സഹകരണ സംഘങ്ങൾ എന്നിവ മുഖേന 1800 പ്രത്യേക വിപണന കേന്ദ്രങ്ങളിലൂടെ സെപ്റ്റംബർ 4 വരെ തുടർച്ചയായി ഓണവിപണികൾ പ്രവർത്തിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.